ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി KFC ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഒരു അടിപൊളി റെസിപ്പിയാണിത്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് കടകളിൽ നിന്നും മേടിക്കുന്ന അതേ വലിപ്പത്തിൽ തന്നെ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ മസാലയൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു സ്കിന്ന് കളയാതെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഞാനിത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പുറമേ ഉള്ള സ്കിന്നോട് കൂടി വേണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ വന്നപ്പോൾ പുറമേ ഉള്ള ആ ഒരു സ്കിന്നില്ല. ഈ ചിക്കൻ ഇപ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഉള്ളി പേസ്റ്റാണ്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു സബോളയുടെ 1/4 ഭാഗവും എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 3 സ്പൂൺ അളവിൽ മൈദയും 2 സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇനി ഇതിലേക്കൊരു 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു KFC ചിക്കൻ ഫ്രൈഡിന് അധികം എരിവൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 30 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിപ്പില്ലാത്ത തൈരാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതിലേക്കൊരു ചെറിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെയും പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങയുടെ കുരു വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു അരിപ്പിലാണ് ഞാനിപ്പോൾ ഇത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കൈവച്ച് ഈ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തൈരിൻ്റെയും നാരങ്ങ നീരിൻ്റെയും ആ ഒരു നനവിൽ തന്നെ ഇത് നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. ഞാനൊരു 3 മണിക്കൂർ നേരത്തേക്കാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. എത്രയും നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നോ അത്രയും നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചു വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതൊരു 3 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ആ മസാല തേച്ച് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ പീസ് എടുത്ത് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ മൈദപ്പൊടിയിലിട്ട് എടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കുടഞ്ഞിട്ടെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ തണുത്ത വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുക്കാൻ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടെടുത്തതിന് ശേഷം ഇനി നമുക്ക് തണുത്ത വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുക്കാം. തണുത്ത വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു മൈദപ്പൊടിയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് കടയിലേക്ക് മേടിക്കാൻ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുടഞ്ഞെടുത്ത ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും അതേപോലെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ പീസ് എടുത്ത് ഈ മൈദപ്പൊടിയിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ചിക്കൻ പീസ് ഒന്ന് നന്നായിട്ട് കുടഞ്ഞെടുത്ത ശേഷം തണുത്ത വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും മൈദപ്പൊടിയിലേക്കിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുടഞ്ഞെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എങ്കിലേ അകവും പുറവും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്. അങ്ങനെയാവുമ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് വരും. പുറമേ ഉള്ള ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും അകം നന്നായിട്ട് വെന്ത് കിട്ടാനും വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. എങ്കിലേ കടയിലൊക്കെ മേടിക്കുന്ന അതേപോലത്തെ KFC ഫ്രൈഡ് ചിക്കൻ റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയത് കൊണ്ട് അതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ.
ഇപ്പോൾ ഈ ചിക്കൻ്റെ രണ്ട് സൈഡും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു KFC ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലെ തന്നെ എല്ലാ ചിക്കനും ഞാനിവിടെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.